അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം രാജാവിൻ്റെ അടുത്ത് വരികയാണ്. രാജാവിൻ്റെ അടുത്ത് വന്ന് ദീർഘമായ സംഭാഷണങ്ങൾ അവർ നടത്തി. സ്വപ്നത്തിൻ്റെ കാര്യം യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് രാജാവ് പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ, താങ്കൾ എൻ്റെ അടുത്ത് മക്കീനും അമീനുമാണ്. ഒരു ഭരണാധികാരിക്കുണ്ടാവേണ്ട ആദ്യത്തെ ക്വാളിറ്റി മക്കീൻ എന്ന ക്വാളിറ്റിയാണ്, ഗുണമാണ്. മക്കീൻ എന്ന് പറഞ്ഞാൽ വിവേകത്തോടും അവധാനതയോടും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടാവുക, അതാണ് മക്കീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഔന്നിത്യബോധവും അയാൾക്കുണ്ടാവുക. രണ്ടാമത്തെ കാര്യം അമീനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. മഹാനായി ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ 2 പെൺകുട്ടികൾ അദ്ദേഹം സഹായിച്ചൊരു സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പിതാവ് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു കൊണ്ടുവരാൻ കൂട്ടത്തിലൊരു കുട്ടിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് മൂസ അലൈഹി ഇസ്ലാം വന്നപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈ കുട്ടി പറയുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാം കവിയും അമീനുമാണ്. ഏത് ജോലിക്കാരനെടുക്കുമ്പോഴും ഈ 2 ക്വാളിറ്റി അനിവാര്യമാണ്. കച്ചവട സ്ഥാപനത്ത് ജോലിക്ക് വെക്കുമ്പോൾ അയാൾ കവിയാണോ എന്ന് നോക്കണം, അമീനാണോ എന്ന് നോക്കണം. ബിസിനസ് സംരംഭത്തിൽ ഒരാളെ പാർട്ട്ണറായി ചേർക്കുമ്പോൾ അദ്ദേഹം കവിയാണോ അമീനാണോ എന്ന് നോക്കണം. കവി എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കണ കാര്യത്തിന് ആവതുള്ള മനുഷ്യനാണ് നോക്കുക. അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനാവുക. അത് വിശ്വാസികൾ എല്ലാവരും അമീനാവണം, വിശ്വസ്തനാവണം. വിശ്വസ്തരായ അല്ലാത്ത ആളുകളെ കടയിൽ പിടിച്ചേൽപ്പിക്കരുത്, ജോലിയിൽ പാർട്ട്ണർമാരാക്കരുത്, ബിസിനസ്സിൽ പാർട്ട്ണർമാരാക്കരുത്, ഒരു സംഗതിക്കും പറ്റൂല. അപ്പൊ കവിയും അമീൻ, മൂസ അലൈഹി സ്വലാം ഇത് രണ്ടുണ്ടായതുകൊണ്ട് ധൈര്യപൂർവ്വം ജോലിക്ക് വെക്കാൻ ആര് തയ്യാറായി? ഈ കുട്ടികളുടെ പിതാവ് തയ്യാറായി. അപ്പൊ ഇത് എല്ലാ വിശ്വാസിക്കും ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് അമീനാവുക എന്ന് പറയുന്നത്, വിശ്വസ്തനാവുക എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അമാനത്ത് സൂക്ഷിക്കണാൽ വിശ്വസ്തത. ആള് നുണൊന്നും പറയില്ല, സത്യം മാത്രമേ പറയൂ എന്നത് മാത്രമല്ല അമീൻ്റെ അടിസ്ഥാനം. അമാനത്ത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവനാണ് അമീൻ എന്ന് പറയുന്നത്. എന്താണ് അമാനത്ത്? കടയിൽ ക്യാഷർ ഇല്ലാത്ത സമയത്ത് ആ ക്യാഷിലൊന്ന് ഇരിക്കുമെന്ന് പറഞ്ഞാൽ ക്യാഷിലിരിക്കണ വലുപ്പും സ്വൽപ്പും ആരുടെ അമാനത്തിലായി? എൻ്റെ അമാനത്തിലായി. അതേപോലെ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ജോലി ഒരാൾ ഏൽപ്പിക്കുമ്പോൾ ആ ജോലിയാണ് അയാളുടെ അമാനത്ത്. എല്ലാ വിശ്വാസിയും അമാനത്തുള്ളവരാണ്. ഈ അമാനത്തിനെ കുറിച്ച് നാളെ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തിന് 2 പാലത്തിൽ 2 സ്ക്രൂ ഉണ്ട്. സ്വർഗത്തിലേക്ക് മുറിച്ചു കടക്കാനുള്ള പാലത്തിന് 2 സ്ക്രൂ കൊണ്ടാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് റസൂലുള്ള പറയാൻ. അതിലൊന്നാമത്തെ എന്താണ്? സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കാത്ത ഒരാൾക്ക് അതിൽ കാല് വെക്കാൻ കഴിയില്ല. ഇനിയൊക്കെ കുടുംബബന്ധത്തിലൊക്കെ ഡീസൻ്റായ മനുഷ്യൻ കാല് വെച്ച് നടന്നാൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ അയാൾ അമാനത്ത് എന്തായിരിക്കണം? പാലിച്ചിരിക്കണം. രണ്ടാമത്തെ സ്ക്രൂ ഏതാണ്? അമാനത്താണ്. ഇത് രണ്ടും ഉള്ള ആളുകൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിനും ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നി ഹഫീദുൻ അലീം, ഞാൻ ഹഫീദാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ ജാഗ്രത ഉള്ള മനുഷ്യനാണ്. ഏത് കാര്യത്തിൽ അലസതയും അലംഭാവവും ലാഘവത്വമില്ലാതെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പെരുമാറും. ഈ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഹഫീദ് എന്ന് പറഞ്ഞു. ഒരു ഭരണാധികാരിക്ക് എപ്പോഴും ജാഗ്രത ഉണ്ടാവണം. ഒരു പ്രജയെപ്പോലെ, ഒരു അനുയായിയെപ്പോലെ, ആ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സാധാരണ ഒരു പൗരനെ പോലെ ആവാൻ ഒരു ഭരണാധികാരി പറ്റില്ല. ഭരണാധികാരി ജാഗ്രത വേണം. കാരണം ഈ ജനത്തിന്റെ മുഴുവൻ സ്വത്തും ടാക്സും അയാൾ അമാനത്തായി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനൊന്നും തുള്ളി പോകാൻ പാടില്ല, സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാ ബജറ്റും അതുപോലെ തന്നെ പ്രൊജക്റ്റും എല്ലാം സുതാര്യമായിരിക്കണം. അതുകൊണ്ട് ഏത് സമയത്തും ജാഗ്രതയുള്ള ഭരണാധികാരിക്കാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്താനുള്ള യോഗ്യത എന്ന് പറയുന്നത്.